എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓരോന്നായിട്ട് നോക്കാം. റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചറിൽ നിന്ന് ഇന്ത്യ അടുത്തിടെ ഏത് മിസൈലാണ് വിജയകരമായി പരീക്ഷിച്ചത്? റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചറിൽ നിന്ന് ഇന്ത്യ അടുത്തിടെ ഏത് മിസൈലാണ് വിജയകരമായി പരീക്ഷിച്ചത്? ആൻസർ വരുന്നത് അഗ്നി മിസൈലാണ്. അഗ്നി 2000 കിലോമീറ്റർ ദൂരപരിധിയുള്ള അഗ്നി പ്രൈം മിസൈലാണ് 2025 സെപ്റ്റംബർ 25 DRDO വിക്ഷേപിച്ചത്. 2000 കിലോമീറ്റർ ദൂരപരിധിയുള്ള അഗ്നി പ്രൈം മിസൈലാണ് 2025 സെപ്റ്റംബർ 25 DRDO വിക്ഷേപിച്ചത്. രാജ്യത്തെവിടെയുമുള്ള റെയിൽ ശൃംഖലയിലൂടെ എളുപ്പത്തിലും വേഗത്തിലും മിസൈലുകൾ എത്തിക്കുന്നതിനും വിക്ഷേപിക്കുന്നതിനും കഴിയുമെന്നതാണ് മൊബൈൽ ലോഞ്ചർ സംവിധാനത്തിൻ്റെ പ്രത്യേകത. റെയിൽ അധിഷ്ഠിത സംവിധാനങ്ങളെ സൈനിക സേവനങ്ങളിൽ ഉൾപ്പെടുത്താൻ ഇത് സഹായിക്കും. റെയിൽ ശൃംഖലയിൽ നിന്നും വിക്ഷേപിക്കാവുന്ന കാനിസ്റ്ററൈസ്ഡ് ലോഞ്ച് സിസ്റ്റം വികസിപ്പിച്ച ചുരുക്കം രാജ്യങ്ങളുടെ പട്ടികയിൽ ഇതോടെ ഇന്ത്യ ഇടം നേടി. അടുത്ത ക്വസ്റ്റ്യൻ, UN പൊതുസഭയുടെ എത്രാമത് സമ്മേളനമാണ് 2025 സെപ്റ്റംബർ 9 മുതൽ 29 വരെ ന്യൂയോർക്കിലെ UN ആസ്ഥാനത്ത് നടന്നത്? 80ാമത്തെ സമ്മേളനമാണ് 2025 സെപ്റ്റംബർ 9 മുതൽ 29 വരെ ന്യൂയോർക്കിൽ നടന്നത്. UN പൊതുസഭയുടെ 80ാമത്തെ സമ്മേളനമാണ്. ഓക്കെ, അതിൻ്റെ തീം എന്തായിരുന്നു? ബെറ്റർ ടുഗദർ 80 years ആൻഡ് മോർ ഫോർ പീസ്, ഡെവലപ്മെൻറ്റ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് എന്നതായിരുന്നു സമ്മേളനത്തിൻ്റെ പ്രമേയമെന്ന് പറയുന്നത്. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കാൻറ്റിലിവർ ഗ്ലാസ് പാലം നിർമ്മിച്ചത് എവിടെയാണ്? വിശാഖപട്ടണമാണ്. ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റിലാണ് വിശാഖപട്ടണം ഉള്ളത്. അപ്പോൾ എവിടെയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കാൻറ്റിലിവർ ഗ്ലാസ് പാലം നിർമ്മിച്ചത്? എവിടെയാണ്? വിശാഖപട്ടണം. അപ്പോൾ ആൻസറിൽ വിശാഖപട്ടണം ഇല്ല, ആന്ധ്രാപ്രദേശ് ആണെങ്കിൽ ആന്ധ്രാപ്രദേശ് മാർക്ക് ചെയ്യുക. സമുദ്രനിരപ്പിൽ 862 അടി ഉയരത്തിൽ കൈലാസഗിരിക്ക് മുകളിലായാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത്. 7 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച 55 മീറ്റർ നീളമുള്ള പാലം കേരളത്തിലെ വാഗമൺ ഗ്ലാസ് പാലത്തിൻ്റെ 38 മീറ്റർ നീളത്തെയാണ് മറികടന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സംഗീത രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള തമിഴ്നാട് സർക്കാരിൻ്റെ MS സുബലക്ഷ്മി പുരസ്കാരം ഇത്തവണ ലഭിച്ചത് ആർക്കാണ്? KJ യേശുദാസിനായിരുന്നു. 1 ലക്ഷം രൂപയും സ്വർണ്ണ മെഡലുമാണ് പുരസ്കാരത്തിൻ്റെ പുരസ്കാരമെന്ന് പറയുന്നത്. IT പ്രൊഫഷണലുകൾ ഉൾപ്പെടെയുള്ള വിദഗ്ധരായ വിദേശ തൊഴിലാളികൾക്ക് നൽകി വരുന്ന കുടിയേറ്റ ഇതര വിസ പരിഷ്കാരങ്ങൾ US സർക്കാർ തീരുമാനിച്ചു. വിസയുടെ പേര് എന്തായിരുന്നു? H1B എന്നായിരുന്നു. ഓക്കെ, H1B എന്നുള്ള വിസയാണ് ഇപ്പോൾ US സർക്കാർ പരിഷ്കരിച്ച് കൊണ്ടുവന്ന വിസ. അടുത്തിടെ പുറത്തിറങ്ങിയ മദർ മേരി കംസ് ടു മീ എന്ന ഓർമ്മക്കുറിപ്പ് രചിച്ചത് ആരാണ്? അരുന്ധതി റോയിയാണ് മദർ മേരി കംസ് ടു മീ എന്ന ഓർമ്മക്കുറിപ്പ് രചിച്ചത്. ഇന്ത്യയിലെ ക്രിസ്ത്യൻ വനിതകളുടെ സ്വത്തവകാശത്തിനായി പോരാടിയ അമ്മ മേരി റോയിയുമായുണ്ടായിരുന്ന സങ്കീർണമായ ബന്ധം പ്രതിപാദിക്കുന്ന കൃതിയാണ് ഇത്. അടുത്തത്, സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പിൻ്റെ വയോസേവന അവാർഡുകൾ നേടിയത് ആരൊക്കെയായിരുന്നു? നടി ഷീലയും ഗായിക PK മേദിനിയുമായിരുന്നു. സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പിൻ്റെ വയോസേവന അവാർഡുകൾ നേടിയത് നടി ഷീല, ഗായിക PK മേദിനി. ആജീവനാന്ത സംഭാവനയ്ക്കുള്ള ഇരുവർക്കും 1 ലക്ഷം രൂപ വീതമുള്ള പുരസ്കാരമാണ് ലഭിച്ചത്. മറ്റു പുരസ്കാരങ്ങൾ കിട്ടിയത് മികച്ച കോർപ്പറേഷൻ എന്ന് പറയുന്നത് കൊച്ചി കോർപ്പറേഷനായിരുന്നു. മികച്ച ജില്ലാ പഞ്ചായത്ത് കാസർഗോഡാണ്. മികച്ച നഗരസഭ നെടുമങ്ങാട്. ബ്ലോക്ക് പഞ്ചായത്ത് മാനന്തവാടി. ഗ്രാമപഞ്ചായത്ത് ഒളവണ്ണ കോഴിക്കോട് ഡിസ്ട്രിക്റ്റ്. അടുത്തത്, ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പുതിയ പ്രസിഡന്റ് ആരാണ്? വിവേക് ഗുപ്തയാണ്. സന്മാർഗ് ഗ്രൂപ്പിലെ വിവേക് ഗുപ്തയാണ് ഇപ്പോഴത്തെ ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പുതിയ പ്രസിഡന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ലോക വിനോദസഞ്ചാര ദിനം എന്നാണ്? സെപ്റ്റംബർ 27 ലോക വിനോദസഞ്ചാര ദിനം എന്നാണ് സെപ്റ്റംബർ 27. യുണൈറ്റഡ് നേഷൻസ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ UNWTOയുടെ ആഭിമുഖ്യത്തിൽ 1980 മുതൽ ദിനാചരണം നടന്നുവരുന്നു. ടൂറിസം ആൻഡ് സസ്റ്റൈനബിൾ ട്രാൻസ്ഫോർമേഷൻ എന്നതാണ് 2025 ദിനാചരണ വിഷയം. ടൂറിസം ആൻഡ് സസ്റ്റൈനബിൾ ട്രാൻസ്ഫോർമേഷൻ. മലേഷ്യയിലെ മലക്ക നഗരത്തിലാണ് 2025 ആഗോള വിനോദസഞ്ചാര ആഘോഷം നടന്നത്. അപ്പോൾ വിനോദസഞ്ചാര ദിനം എന്ന് പറയുന്നത് സെപ്റ്റംബർ 27. ഇപ്പോഴത്തെ ആ ഒരു പ്രമേയം എന്താണെന്ന് നോക്കിയേ, ടൂറിസം ആൻഡ് സസ്റ്റൈനബിൾ ട്രാൻസ്ഫോർമേഷൻ. എവിടെയാണ് നടന്നത്? മലേഷ്യയിലെ മലാക്ക നഗരത്തിലാണ് ഇത് നടന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, കേരളത്തിൽ സേവനമനുഷ്ഠിച്ച ഉന്നത ഉദ്യോഗസ്ഥർ സംസ്ഥാനത്തിൻ്റെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് രചിച്ച
ലേഖനങ്ങളുടെ സമാഹാരം അടുത്തിടെ പുറത്തിറങ്ങി. അതിൻ്റെ പേരെന്തായിരുന്നു? ബിയോണ്ട് സിനിസം കേരള 2.0 ഇൻസൈറ്റ്സ് ഫ്രം ഇൻസൈഡേഴ്സ്. ഇപ്പോൾ കേരളത്തിൽ സേവനമനുഷ്ഠിച്ച ഉന്നത ഉദ്യോഗസ്ഥർ സംസ്ഥാനത്തിൻ്റെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് അടുത്തിടെ കുറച്ച് ലേഖനങ്ങളുടെ സമാഹാരം പുറത്തിറക്കി. അതിൻ്റെ പേരാണ് ബിയോണ്ട് സിനിസിസം കേരള 2.0 ഇൻസൈറ്റ്സ് ഫ്രം ഇൻസൈഡേഴ്സ്. PH കുര്യൻ, T ബാലകൃഷ്ണൻ എന്നിവർ ചേർന്നാണ് പുസ്തകം എഡിറ്റ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അടുത്തിടെ എവിടെയാണ് തമിഴ്നാട്ടിലെ സാമൂഹ്യ പരിഷ്കർത്താവായ പെരിയാർ EV രാമസ്വാമി നായ്ക്കരുടെ സ്മാരകത്തിന് ശിലാസ്ഥാപനം നടത്തിയത്? അരൂക്കുറ്റി, ആലപ്പുഴ ജില്ലയിലാണ്. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത പെരിയാറിനെ അന്നത്തെ രാജഭരണം അരൂക്കുറ്റിയിലെ ജയിലിൽ അടച്ചതിൻ്റെ സ്മരണാർത്ഥം തമിഴ്നാട് സർക്കാർ തന്തൈ പെരിയാർ എന്ന സ്മാരകം നിർമ്മിക്കുന്നത്. 1985 വൈക്കത്ത് പെരിയാറിൻ്റെ പ്രതിമ സ്ഥാപിച്ചിരുന്നു. അടുത്തത് ഇറ്റലിയിലെ പ്രധാനമന്ത്രി ജോർജിയ മെലോനിയുടെ ആത്മകഥയ്ക്ക് ആമുഖം എഴുതിയത് ആരാണ്? നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഐ ആം ജോർജിയ, മൈ റൂട്ട്സ് മൈ പ്രിൻസിപ്പൽസ് എന്നതാണ് ആത്മകഥയുടെ പേര്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ലോക ഹൃദയ ദിനം എന്നാണ്. അത് സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനം എന്നാണ് സെപ്റ്റംബർ 29. ദുബായിൽ നടന്ന ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റ് ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ എത്ര വിക്കറ്റിനാണ് പാകിസ്ഥാനെ തോൽപ്പിച്ചത്? 5 വിക്കറ്റിനാണ് തോൽപ്പിച്ചത്. ഏഷ്യ കപ്പ് ചരിത്രത്തിൽ 9ാം തവണയാണ് ഇന്ത്യ കിരീടം നേടിയത്. 2020 ഫോർമാറ്റിൽ 2ാം തവണയും. തമിഴ്നാട്ടിലെ കരൂർ വേലുസ്വാമിപുരം ഈയിടെ വാർത്താ പ്രാധാന്യം നേടിയത് എങ്ങനെയാണ്? തമിഴ്നാട്ടിലെ കരൂർ വേലുസ്വാമിപുരം ഈയിടെ വാർത്താ പ്രാധാന്യം നേടിയത് എങ്ങനെയാണ്? സെപ്റ്റംബർ 27 തമിഴക വെട്രിക്കഴകം നേതാവും നടനുമായ വിജയുടെ പ്രചരണ യോഗത്തിനിടെയുണ്ടായ ദുരന്തവുമായി ബന്ധപ്പെട്ട് ദുരന്തത്തിൽ 41 പേരാണ് മരിച്ചത്. ഇന്ത്യയുടെ അറ്റോർണി ജനറലായി 2ാമത് നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ്? ആർ വെങ്കിട്ട രമണിയാണ്. ഇന്ത്യയുടെ അറ്റോർണി ജനറലായിട്ട് 2ാമത് നിയമിക്കപ്പെട്ട ആളാണ് ആര്? ആർ വെങ്കിട്ട രമണി. മലയാളി കൂടിയായ നിയമജ്ഞൻ KK വേണുഗോപാൽ വിരമിച്ച ഒഴിവിൽ 2022 ആദ്യം നിയമിക്കപ്പെട്ടത്. ഇന്ത്യയിൽ എവിടെയാണ് അടുത്തിടെ വൻതോതിൽ പ്രകൃതിവാതക നിക്ഷേപം നാച്ചുറൽ ഗ്യാസ് കണ്ടെത്തിയത്? ശ്രീവിജയപുരത്താണ്. ആൻഡമാൻ ദ്വീപുകളുടെ കിഴക്കൻ തീരത്തു നിന്ന് 17 കിലോമീറ്റർ അകലെയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് കറണ്ട് അഫേഴ്സാണ് നമ്മൾ നോക്കിയത്. അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു പുതിയ ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക്